നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബംഗാളിലെ തിരഞ്ഞെടുപ്പാണ്. സാധാരണ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ഞാൻ കൈകാര്യം ചെയ്യാറില്ല, എന്നാൽ പോലും ഇത് പറഞ്ഞു പോയേ പറ്റൂ. കാരണം ഈ ബംഗാളിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ആ ദിവസങ്ങൾ എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ സുഹൃത്ത്, അദ്ദേഹം ജയ്പൂർ എന്നാണ്. അപ്പം ഞാനും അദ്ദേഹവും ജോലിയുടെ ആ ഒരു ചില ഇടവേളകളിൽ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്ഥിരമായി ചോദിച്ചിരുന്നു, മിഥുൻ തുജെ ലഗ്താ ഹൈ മമത ഹാരേഗ, BJP ആയേഗ, ബംഗാൾ മമത തോൽക്കുമോ, BJP വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാധ്യത ലഗ്താത്തോനെയേ മുഷ്കിൽ ഹേ. കാരണം മമതയുടെ സ്വാധീനം, ഗുണ്ടായിസം വളരെ അതികഠിനമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ അറിവിൽ കാര്യകർത്ത BJPയുടെ പല കാര്യകർത്താക്കളും ഇല്ല എന്നെൻ്റെ അറിവിൽ. കാരണം എല്ലാവരും ഈ അടി പേടിച്ച് തല്ല് കിട്ടുമോ എന്നുള്ള TMCയുടെ ഗുണ്ടകളെ തല്ല് കിട്ടുമോ എന്നുള്ള പേടി കൊണ്ട് പല BJPക്കാരും ഒളിച്ചോടി, പലരും പാർട്ടി മാറി എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് പ്രതീക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ലഗ്തേ. പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ നമ്മൾ ആ ഒരു എൻ്റെ പ്രതീക്ഷയിലൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ BJP വന്നപ്പോൾ ഞാൻ പരിശോധിച്ചു എന്തുകൊണ്ടാണ് BJPയുടെ വരവ് എന്നുള്ളത്. കാരണം ശരിയാണ്, BJPക്ക് പല കാര്യകർത്താക്കളുമില്ല, വലിയൊരു പ്രമുഖമായിട്ടുള്ള മുഖമൊന്നുമില്ല ബംഗാളിൽ. എന്നിട്ട് പോലും വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താണിത്? കാരണം വേറെ ഒന്നുമല്ല, മമത വെറും മണ്ടിയാണ്. അതായത് മെജോറിറ്റി, അതായത് ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ തിരിച്ചടിക്കില്ല എന്ന് മമത ചിന്തിച്ചു നോക്കി. കാരണം ഞാൻ ഹിന്ദുവും ക്രിസ്ത്യൻ വിശ്വാസം, എന്നാൽ പോലും പറയുകയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷമായിട്ട് ഹിന്ദുക്കൾ തിരിച്ചടിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മമത അഴിച്ചു വിട്ടിരുന്ന ഗുണ്ടായിസം. പക്ഷേ ഇനഫ് ഈസ് ഇനഫ് എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഇതൊരു ഇന്ത്യയുടെ സെക്യൂരിറ്റി, അദ്ദേഹം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇറ്റ്സ് ഇന്ത്യയുടെ സെക്യൂരിറ്റി, ഇത് അമര സുരക്ഷാ കാ മാഹോൾ. ഇത് ബോർഡർ തുറന്നു കിടക്കുന്നു, അവിടെ CAA നടപ്പിലാക്കുന്നില്ല, ഇന്ത്യ ബംഗാളുമായി ബന്ധപ്പെട്ട ആ ഒരു കരാർ നടപ്പിലാക്കുന്നില്ല, അങ്ങനെ ബോർഡർ തുറന്നു കിടക്കുന്നു, അവിടെ ആരും വരാൻ സമ്മതിക്കുന്നില്ല. ഗുണ്ടായിസം കണ്ടതാണ്. ആർജികർ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട സംഭവമൊക്കെ അല്ലേ, ആ കുട്ടിയുടെ അമ്മയ്ക്ക് നീതി നഷ്ടപ്പെട്ട അതിനെ അങ്ങനെ പറയുകയാണെങ്കിൽ 4 എപ്പിസോഡ് വേണ്ടി ഒരു മമതയുടെ ഈ പറയുന്ന 10-20 വർഷത്തെ ആ ഒരു കാലഘട്ടത്തിൽ അവർ പറയാൻ, അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. പക്ഷെ പറഞ്ഞു വരുന്നു വെച്ചാൽ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ തിരിച്ചടിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടാണ് ഇന്ന് പലരും ഇന്ത്യയിലുള്ള പലരും, ഇപ്പം കേരളത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്, പലരും ഈ പ്രീണനം, ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വരികയാണ്, പ്രീണനം നമ്മുടെ ഏറ്റവും വിശ്വസിക്കാത്ത വർഗ്ഗങ്ങളാണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ സഭാ നേതാക്കന്മാർ. 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ വിശ്വാസികളൊന്നും അവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം എല്ലാവരും അടക്കമാണ്, പാസ്റ്റർമാരും അത് അച്ഛന്മാരടക്കം എല്ലാവരും അടക്കമാണ് ഞാൻ പറയുന്നത്. കാരണം ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കാരണം വിശ്വാസം അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നതൊക്കെ ഒരു കൂട്ടം ആളുകൾ മാത്രമേ പറയുന്നുള്ളൂ. അതിലിങ്ങനെ കൂടു കിടക്കുന്നില്ല. പക്ഷേ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ ഒന്നിക്കില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് മമത അവിടെ ഈ പറയുന്ന ആ ഒരു കാരാഗ്രഹ ഭരണം തുറന്നു വിട്ടിരുന്നത്. പക്ഷെ അവസാനം അവർ മനസ്സിലാക്കിയത് ഇത് മതിയാവും, ഇത് നാഷണൽ സെക്യൂരിറ്റി വിഷയം. അദ്ദേഹം പറയുന്നത് ഒരു നാഷണൽ സെക്യൂരിറ്റി വിഷയമാണ്. കാരണം ബോർഡർ തുറന്നു തുറക്കുന്നു, നമുക്കൊരു കൺട്രോൾ ഉണ്ടായേ പറ്റൂ. ചിക്കൻ നെക്ക് എന്നൊക്കെ പറഞ്ഞ ഏരിയയിൽ കൺട്രോൾ ഉണ്ടായേ പറ്റൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. എന്നിട്ട് പോലും ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഗ്രേഷ്യസ്ലി തോറ്റിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു മനസാക്ഷി പോലും ആ സ്ത്രീക്കില്ല. തോൽവി അംഗീകരിക്കുന്നില്ല ആ സ്ത്രീ. ശരിയല്ലേ? എന്നിട്ട് കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുകയാണ് ആ സ്ത്രീ. കാരണം കഴിഞ്ഞ ഒരു 20 വർഷത്തോളം അവരവിടെ കാണിച്ചു കൂട്ടിയ എന്തൊക്കെ പോക്കുത്തരങ്ങളാണ് ഇന്ത്യക്ക്. കാരണം ഒരു പോയിന്റ് ആയിരുന്നു തിരിച്ചു പിടിക്കേണ്ടത്. ബംഗാൾ തിരിച്ചു പിടിക്കാൻ ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ്. ഇനി വരാൻ പോകുന്നു പറയുന്നത് BJP അവിടെ കരുത്തനായ നേതാക്കന്മാരെ അവിടെ സൃഷ്ടിക്കും. കാരണം ഹിമന്തയോ അല്ലെങ്കിൽ യോഗിയോ ഒക്കെ കൊണ്ടുപോലെ. കാരണം ഇത്തരത്തിലുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു എഞ്ചിനീയറിങ്, അതായത് ഒരു ബിസിനസ് എഞ്ചിനീയറിങ് BJP പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം എങ്ങനെയാണ് അവർ അസാമിന് അവർ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്, ഹിമന്തയെ പോലെ നേതാവ്. കാരണം ഒരു ഗുണ്ടയെ പോലെ, അതായത് ഗുണ്ടാരാജായിരുന്ന UP എങ്ങനെയാണ് യോഗി ഒരു യോഗിയാണ്, സ്വാമിയാണ്. എന്നിട്ട് പോലും അദ്ദേഹം അവിടെ കൈപ്പിടിയിൽ ഒതുക്കിയത് എങ്ങനെയാണ്? കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് UP, ബീഹാർ, അസാമൊക്കെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന. കാരണം ഇന്നും എല്ലാവിധ ദില്ലിയുമായി ബന്ധപ്പെട്ട് എന്ത് കേസ് എടുത്താലും എല്ലാവരും അവിടെ പോയി തപ്പിയേ കിട്ടും. അതിനെ പോലും അടിച്ചൊതുക്കാൻ പക്കമുള്ള അതാണ് ആ ഒരു എഞ്ചിനീയറിങ്ങിന് ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ വെറുതെ BJP തെറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങും അവരുടെ ഈ പറയുന്ന മികവിനെയും
അടുത്തെത്താൻ പോലും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കോ കൂട്ടർക്കൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും വേണ്ടത് അവരുമായി ബന്ധപ്പെട്ട ആളുകളെ ആരെങ്കിലും അവിടെ മുഖ്യമന്ത്രി ആക്കുക. അതായത് ഇപ്പോൾ KC എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ KC ആക്കിയാൽ അവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതാണ് അവരുടെ തെറ്റ്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഈ പറയുന്ന പാർട്ടി അപ്രത്യക്ഷമാകാനുള്ള മെയിൻ കാരണം വേറെ ഒന്നുമല്ല. അതായത് അവരുമായി ബന്ധപ്പെട്ട ആളുകളെ പ്രധാനപ്പെട്ട ചുമതല നിർത്തുക. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അങ്ങനെ പാർട്ടി അങ്ങ് അപ്രത്യക്ഷമായി. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നു വെച്ചാൽ ഇവിടെ ഇനി BJP അവരുടെ കരുത്തനായ നേതാവിനെ കൊണ്ടുവരണം. വന്നില്ലെങ്കിൽ വന്നേ പറ്റൂ. കാരണം ഒരു യോഗിയെ പോലെ അല്ലെങ്കിൽ ഹിമന്തയെ പോലുള്ള ആരെങ്കിലും വന്നില്ലെങ്കിൽ ബംഗാൾ സാഫ് നിയോഗ, ബംഗാൾ സാഫ് ആക്കണമെങ്കിൽ ഇരു കരുത്തുമുള്ള ഒരു ഹിമന്ത പോരാ, ഒരു യോഗി പോരാ, ഈ രണ്ട് തലയുള്ള സ്വാമി അല്ലെങ്കിൽ ഹിമന്തയൊക്കെ വന്നേ പറ്റൂ. കാരണം ഞാനൊരു അമേരിക്ക ഇരുന്നുകൊണ്ടായാലും പോലും ഇത് തന്നെയാണ് അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപ് ശരിയാണ്, ഇന്ത്യയുമായ പോളിസിയിൽ ട്രംപ് ഇന്ത്യക്കെതിരാണെങ്കിൽ പോലും പറയുന്നുണ്ടാൽ പോലും അമേരിക്കൻസ് ഇപ്പോൾ അതായത് നമുക്ക് വേണ്ട സേഫ്റ്റി സെക്യൂരിറ്റി, അതായത് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടെന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി. ട്രംപ് വന്ന ശേഷം അമേരിക്കക്കകത്ത്, അമേരിക്ക ഇതിന് മുമ്പ് എന്തായിരുന്നു അറിയോ, ബംഗാൾ ബോർഡർ പോലെയായിരുന്നു അമേരിക്ക. 4 ഭാഗം തുറന്നു കിടക്കുന്നു, ആർക്ക് വേണമെങ്കിലും വരാം, വരുന്നവൻ കുത്തി തുറന്നു കൊണ്ടുപോകുന്നു. വണ്ടി ഇടിച്ച്, അതായത് പല സ്ഥലങ്ങളിലും വണ്ടി ഇടിച്ച് ഇട്ടിട്ട് പോവുകയാണ്. ആടില്ലാത്തവൻ, പേപ്പറില്ലാത്തവൻ കുട്ടികളെ റേപ്പ് ചെയ്യുന്നു, വീട് കട്ടിമുടിച്ച് കൊണ്ടുപോകുന്നു. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു കഴിഞ്ഞ 4 വർഷം ഈ പറയുന്ന കമലാ ഹാരിസിന്റെ ആ കാലഘട്ടത്തിൽ. എന്നാൽ ട്രംപിനെ പൂർണ്ണമായും എല്ലാ പോളിസിയും അംഗീകരിക്കില്ല. പക്ഷേ ചില കാര്യം രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യം, സെക്യൂരിറ്റി, ഓരോ രാജ്യത്തിനും സെക്യൂരിറ്റി വളരെ പരമപ്രാധാന്യമാണ്. അതിനുവേണ്ടി ആരാണ് മുന്നോട്ട് വരുന്നത്, അവർ അംഗീകരിച്ചേ പറ്റും. അതാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രൈം സെക്യൂരിറ്റി. കാരണം ബോർഡർ തുറന്ന് കടന്നുകൊണ്ട് ഇന്ന് കൊച്ചു കേരളത്തിൽ പോലും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് എന്തോരം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്നു ഇപ്പോൾ പ്രീഡനം. ഞാച്ചന്മാരുടെ എല്ലാവരും പറയുകയാണ്, അതായത് ഈ പറയുന്ന ഈ അവസാന സർക്കാരാവൻ ഈ പറയുന്ന KCയോ അല്ലെങ്കിൽ സതീശനോ പ്രീഡനമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ BJPക്ക് കേരളത്തിൽ ഭരണം പിടിക്കാൻ നേതാക്കന്മാർ ആവശ്യമൊന്നും വേണ്ട. കാരണം ഭൂരിപക്ഷമായി ഹിന്ദുക്കൾ തന്നെ മടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് ഭരണം കിട്ടും. പിന്നെ ഹിന്ദുക്കൾ ഭരിച്ചതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹിന്ദുക്കൾ ഭരിച്ചിരുന്ന UP ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഗുജറാത്തിൽ മുഴുവൻ പോയിട്ടുണ്ട്, UP പിന്നെ മഹാരാഷ്ട്ര പോയിട്ടുണ്ട്, മധ്യപ്രദേശ് പോയിട്ടുണ്ട്. കാരണം എനിക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ പോകാറുള്ള വ്യക്തിയാണ്. എന്തെങ്കിലും കുഴപ്പമുള്ള എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന മോഡിയുടെ ഇന്ത്യയിൽ 15 വർഷമായി ഭരിച്ചിട്ട് യാതൊരു കുഴപ്പമുള്ള എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ ഭരിച്ചാൽ പോലും ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ ഞാൻ പറയുകയാണ്, ഈ പ്രീണനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോയിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷമായി ഹിന്ദുക്കൾ ഇളകും. ഓട്ടോമാറ്റിക്കലി എല്ലാ മെജോറിറ്റി സ്ഥലങ്ങളിൽ BJP വിജയിക്കുക തന്നെ ചെയ്യും. ഇനി പിന്നെ ഒരു അവസരമായിക്കോട്ടെ. കാരണം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഒരു കോൺഗ്രസിനൊക്കെ ഒരു ഭരണം കിട്ടുമെന്ന് കേരളത്തിൽ. ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ പ്രീണനവുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവസരമാണ് അച്ഛന്മാർക്കും എല്ലാം മറ്റുള്ളവർക്കും എല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചെടുത്തു. ഈ 5 വർഷം ഇത് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല.